അയാളൊരു മധ്യവയസ്കനായിരുന്നു. സംസാരിച്ചപ്പോ തന്നെ നല്ല പെരുമാറ്റം. ആ ഒരു സമയത്തായിരുന്നു മുകളിൽ നിന്നും ആ ഒരു സ്ത്രീ താഴേക്ക് ഇറങ്ങി വരുന്നത്. അതായിരുന്നു എന്റെ മാഡം. കണ്ടാലൊരു 35 വയസ്സ് പ്രായം തോന്നിക്കും. സാരിയായിരുന്നു വേഷം. ഇനി മുടിയിലാകട്ടെ ഒരു തമിഴ് സ്റ്റൈൽ ഒരു പൂ വെച്ചിട്ടുണ്ട്. അവർ വന്ന സമയത്ത് തന്നെ എല്ലാരും എഴുന്നേറ്റു. അത് കണ്ടപ്പോ ഒപ്പം ഞാനും എഴുന്നേറ്റു. ആ സമയത്ത് തന്നെ എന്റെ ഒപ്പം വന്നയാൾ എന്നെ ഇത് ചൂണ്ടിക്കാണിച്ചു. മാഡം, ദേ ഇതാ ഞാൻ പറഞ്ഞ ആൾ. അത്യാവശ്യം ഡ്രൈവും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ക്ലീനിങ് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല വീട്ടു ജോലിയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. നമുക്ക് നോക്കിയതിന് അത്ഭുതമൊന്നും പറയാനില്ല. അത് കേട്ട ആ സ്ത്രീ സ്വല്പം ചാടയില് കാലുമേ കാലം കെട്ടിയെന്നിരുന്നു. ശേഷം എന്നോട് ചോദിച്ചു, മുൻപ് എവിടെയാ ജോലി ചെയ്തിട്ടുള്ളത്? മുൻപങ്ങനെ ജോലിയൊന്നും ഇല്ലായിരുന്നു. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാരണം എന്ന് ഞാൻ മറുപടി പറഞ്ഞു. ആ ഓക്കെ, ജോലിയിൽ കയറാൻ ഇന്ന് റെഡിയാണോ? പെട്ടെന്ന് അവരെന്നോട് അങ്ങനെ ചോദിച്ചു. അവരുടെ ആ ചോദ്യത്തിന് ഞാനൊന്ന് മൂളുമ്പോ അവരെന്നെ വല്ലാണ്ടെന്ന് നോക്കി. പെട്ടെന്ന് ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെ അവരിങ്ങനെ പറഞ്ഞു, അതെ, ഡ്രൈവിംഗ് ജോലി മാത്രമല്ല, ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പിന്നെ രാത്രിയിൽ ഇവിടെ നിന്നിട്ട് വേണം ജോലി ചെയ്യാൻ. അതിനെല്ലാം സമ്മതമാണെന്നുണ്ടെങ്കിൽ മാത്രം നിന്നാ മതി എന്നവരോട് എന്നോട് പറഞ്ഞു. അങ്ങനെ എല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞിട്ട് മാഡം അകത്തേക്ക് കയറിപ്പോയി. പെട്ടെന്ന് തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇവിടെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്ട. ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ നോക്ക്. നല്ലൊരു കാര്യല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക് എന്നയാൾ പറഞ്ഞിട്ട് അയാൾ ഇറങ്ങി. ഞാൻ ആ പറഞ്ഞത് കേട്ട് എന്റെ ബാഗ് എടുത്തിട്ട് എനിക്ക് പറഞ്ഞിട്ടുള്ള ആ റൂമിലേക്ക് പോയി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. പിന്നെ എന്റെ ബാഗും കാര്യങ്ങളും ഒരു സൈഡിലാക്കി മാറ്റി വെച്ച് ഞാൻ ആ കട്ടിലിൽ അങ്ങനെ ഇരുന്നു. പെട്ടെന്നായിരുന്നു മാഡം മുകളിൽ നിന്നും വീണ്ടും എന്റെ മുറിക്കടക്കിലേക്ക് വന്നത്. വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അജിത്ത്, നീ ആ കിച്ചണെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് നേരത്തെ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞാൽ നേരത്തെ കിടന്നുറങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിനക്ക് ഉറക്കം പോലും ഉണ്ടാവില്ല എന്നൊരു പുഞ്ചിരിയോടെ മാഡം പറഞ്ഞിട്ട് അവിടേക്ക് പോയി. പക്ഷേ മാഡത്തിന്റെ സംസാരം കേട്ടിട്ട് ഞാൻ മാഡത്തിനെ നോക്കി. ഒരു പൂച്ചക്കണ്ണിയാണ് മാഡം. പിന്നെ കാണാൻ അത്യാവശ്യം സുന്ദരിയും. ആ സാരിയിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു മുല്ലമുട്ടും ചെറിയൊരു തമിഴ് സ്റ്റൈലിലെ ആ ഒരു പൂവൊക്കെ വെച്ചിട്ട് അങ്ങനെ നിൽക്കുന്ന മാഡത്തിനെ കാണാൻ നല്ല ഭംഗി തോന്നി. ഞാൻ ആ നിമിഷം ആലോചിച്ചു, മാഡം എത്ര സുന്ദരിയാണല്ലേ എന്ന് ഞാൻ വിചാരിച്ചു. മാഡം പോയതിനു ശേഷം ഞാനങ്ങനെ ഇരുന്നു. അവരുടെ സംസാര ശൈലിയാണെങ്കിൽ കുറച്ച് കടുപ്പമുള്ളതാണെങ്കിലും അത്യാവശ്യം നിയന്ത്രണമുള്ളതാണെന്ന് എനിക്ക് തോന്നി. അത് ഒരു സാധാരണ വീടല്ല. എല്ലാത്തിനും അത്യാവശ്യം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാര്യങ്ങളെല്ലാം കീപ്പ് ചെയ്യുന്ന ഒരു വീടാണെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. ഒരു വലിയ കിച്ചൺ, പറയാൻ പാടില്ലല്ലോ. ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം ആ സിങ്കിൽ തന്നെ കിടക്കുന്നു. ഞാനൊരു ജോലിക്കാരനായിട്ട് വന്നതല്ലേ, അപ്പം എന്റെ ഉത്തരവാദിത്തമാണല്ലോ എന്ന് കരുതി ഞാൻ ഓരോ പണിയും ചെയ്തു തുടങ്ങി. പാത്രം കഴുകുമ്പോൾ തന്നെ ഞാൻ ആ വീടൊന്ന് ശ്രദ്ധിച്ചു. എവിടെയും ശബ്ദവും കാര്യങ്ങളൊന്നുമില്ല, എങ്ങും നിശബ്ദത മാത്രം. ടിവിയുടെ ശബ്ദം അല്പം നിശബ്ദമായിരുന്നു. വളരെ സൗണ്ട് കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഒരു നിശബ്ദത തന്നെയായിരുന്നു ആ അന്തരീക്ഷം. അപ്പോഴായിരുന്നു പിന്നും ഒരു ശബ്ദം കേൾക്കുന്നത്. അജിത്ത്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ അത് മേളമായിരുന്നു. ഇവിടെയെല്ലാം വൃത്തിയായിട്ട് തന്നെ വേണം. എനിക്ക് അലസതയും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. പിന്നെ കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് തന്നെ ചെയ്യണം എന്നവൾ മറുപടി പറഞ്ഞിട്ട് അവിടേക്ക് പോയി. ആ നിമിഷം എനിക്ക് മനസ്സിലായി, ഇവിടെ ജോലി മാത്രമല്ല, കുറച്ച് പരീക്ഷണം കൂടി ഉണ്ടാവും എന്ന് ഞാൻ മനസ്സിൽ കരുതി. രാത്രിയോട് അടുത്ത സമയത്ത് തന്നെ ഞാൻ കിച്ചൺ വൃത്തിയാക്കി തീർത്തു. പിന്നീട് സമാധാനമുണ്ട്, എന്നെങ്കിലും ഒന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു സമാധാനത്തിൽ ഞാൻ മുറിയിലേക്ക് കയറി കഥ കടിച്ച സമയത്ത് തന്നെ അവിടെ നിന്നൊരു വിളി, അജിത്ത്
നാളെ രാവിലെ 7 മണിക്ക് തന്നെ പോകണം, ഡ്രൈവിംഗ് ഉണ്ട് എന്ന് മാഡം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ശരിക്കും മാഡം അപ്പം പറഞ്ഞത് എന്റെ നിർദ്ദേശമല്ല, അതൊരു ഉത്തരവാദിത്വം തന്നെയാണ്. അത് തന്നെയാണ് എനിക്ക് മനസ്സിലായതും. എന്റെ ഒരു ജീവിതത്തിലെ പുതിയൊരു അധ്യായം തുടങ്ങിയതുപോലെ എനിക്ക് തോന്നി. പക്ഷേ രാത്രിയായിട്ടും എനിക്ക് ഉറക്കമൊന്നും വന്നില്ല. വീടിന്റെ നിശബ്ദത പോലും എനിക്ക് എന്തോ ശബ്ദമുണ്ടാക്കുന്നത് പോലെ തോന്നി. വാതിലിന് പുറത്തുകൂടെ കാൽച്ചുവടുകളുടെ ഒരു ചെറിയ ശബ്ദം, പിന്നെയെല്ലാം വീണ്ടും നിശബ്ദത. 5:30 മണിയായ സമയത്ത് അലാറം മുഴങ്ങുന്ന മുമ്പേ ഞാൻ എഴുന്നേറ്റു. കുടിച്ചൊരുങ്ങി വൃത്തിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ഹാളിൽ ലൈറ്റ് കത്തിയിരുന്നു. ഇത് നോക്കുമ്പോ ഇതാ മാഡം സോഫയിലിരിക്കുന്നു. നേരത്തെ സാരിയായിരുന്നു വേഷമെങ്കിൽ ഇപ്പൊ ഒരു നൈറ്റ് ഡ്രസ് ആയിരുന്നു വേഷം. ഒരു ലൂസായിട്ടുള്ളൊരു നൈറ്റ് ഡ്രസ്. ആ സമയത്ത് തന്നെ മുടി അഴിച്ചിട്ടിരിക്കുന്നു. ആ ഒരു സമയത്ത് തന്നെ എന്റെ കണ്ണുകൾ ഒന്ന് താഴ്ത്തി. നേരത്തെ തന്നെ എഴുന്നേറ്റോ? അതെ മാഡം, ഞാൻ മറുപടി പറഞ്ഞു. ആ നിമിഷം അവരെന്നെ നോക്കി. അതൊരു സാധാരണ നോട്ടമായിരുന്നില്ല, ഒരു പരിശോധനയിൽ അളക്കുന്നത് പോലെ ഒരു നോട്ടം. അങ്ങനെ ആ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവരെന്നോട് ചോദിച്ചു, കാപ്പി ഉണ്ടാക്കിയോ? ഇല്ല മാഡം. ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം എന്ന് പറയുന്ന സമയത്തതിന് വേണ്ട, കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ എന്നവർ മറുപടി പറഞ്ഞു. ആ വാക്കുകൾ ഒരു കമാൻഡ് പോലെയായിരുന്നു. ഞാൻ ഒരു നിർദ്ദേശം സ്വീകരിച്ചതുപോലെ തൊട്ടടുത്തുള്ള ആ സോഫയിലേക്ക് മാറിയിരുന്നു. മാഡം കയ്യിലുണ്ടായിരുന്ന ഒരു ഫയൽ എടുത്തു. ആ ഫയൽ എടുത്തു നോക്കാതെ തന്നെ അത് പിടിച്ച് കളിച്ചു വെച്ചുകൊണ്ടിരുന്നു. ആ നിമിഷം ഫയലിലിട്ട് കളിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇവിടെ ജോലി ചെയ്യുന്നത് അത്ര നിസ്സാര കാര്യമല്ല അജിത്ത്. എനിക്കിഷ്ടമാകുന്ന ആൾക്കാരെ എനിക്ക് തോന്നത്തുള്ളൂ, അവര് മാത്രമേ എന്റെ കൂടെ നിൽക്കത്തുള്ളൂ. മാഡം ഓരോ പോയിന്റുകളായിട്ട് പറഞ്ഞു തുടങ്ങി. മാഡം അങ്ങനെ പറയുന്ന സമയത്ത് ഞാനൊന്നും തിരിച്ചു പറഞ്ഞില്ല. മുറിയിൽ തന്നെ ഒരു നിശബ്ദത വീണ്ടും എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്നവർ എഴുന്നേറ്റ് എന്റെ തൊട്ടരികിൽ വന്നിരുന്നു. പെട്ടെന്ന് തൊട്ടില്ല എന്ന പോലെ അവരവിടെ മാറിയിരുന്നു. ആ നിമിഷം അവരെന്നോട് ചോദിച്ചു, അജിത്ത്, നിനക്ക് പേടിയുണ്ടോ? നീ പേടിക്കുന്നുണ്ടോ? ശരിക്കും ആ ഒരു ചോദ്യം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. മാഡം, ഞാൻ പേടിയില്ല എന്ന് പറയുമ്പോഴും എന്റെ ശബ്ദത്തിൽ ഒരു പതർച്ചയുണ്ടായിരുന്നു. അത് കേട്ട സമയത്ത് തന്നെ അവർ പൊട്ടിച്ചിരിച്ചു. അതൊരിക്കലും സന്തോഷത്തിന്റെ ചിരിയായിരുന്നില്ല. പെട്ടെന്ന് തന്നെ മാഡം ചിരിച്ചുകൊണ്ട് അത് തുടർന്നു, നല്ലത്, ഇവിടെ പേടിയുള്ള ആൾക്കാരും അങ്ങനെ നിൽക്കാറില്ല. അവർ മെല്ലെ എഴുന്നേറ്റു. കുറച്ചരികിൽ ചെന്നതിന് ശേഷം ഒന്ന് തിരിഞ്ഞു നോക്കി. അതെ, ഡ്രൈവിംഗിന് റെഡിയാവൂ, സമയം ഒരുപാടായി എന്നോട് പറഞ്ഞു. പിന്നൊരു കാര്യം, ഇവിടെ കേൾക്കുന്നതും കാണുന്നതും എന്താണെങ്കിലും ശരിനെ, അതൊരിക്കലും പുറത്തു പറയരുത്. മാഡം ഒരു സ്ട്രിക്റ്റ് നിർദ്ദേശം എന്നതുപോലെ എന്റെ അടുത്തത് പറഞ്ഞു. അങ്ങനെ കാറിൽ കയറിയതിനു ശേഷം ആ ഒരു യാത്ര നിശബ്ദമായിരുന്നു. മാഡമാണെങ്കിൽ പിൻ സീറ്റിൽ, ഞാനാണെങ്കിലോ മുൻ സീറ്റിൽ നിന്നിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നു. ഞാൻ ആ നിമിഷം റോഡിലേക്ക് തന്നെ എന്റെ കണ്ണുകൾ തറപ്പിച്ചു. ഞാൻ കുറച്ച് വേഗത്തിലായിരുന്നു പോയിരുന്നത്. ആ നിമിഷം തന്നെ മാഡം വിളിച്ചു പറഞ്ഞു, അതെ, സ്പീഡ് കുറയ്ക്കൂ, എനിക്കിങ്ങനെ അനാവശ്യമായിട്ടുള്ള റിസ്ക്കും കാര്യങ്ങളൊന്നും എടുക്കുന്ന ഇഷ്ടമല്ല, സ്പീഡ് കുറയ്ക്കുന്നത് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞു. ആ നിമിഷം കാറ് ഒരു ഓഫീസ് പോലെയുള്ള ഒരു ബിൽഡിങ്ങിന് മുന്നിൽ അത് നിർത്തി. ആ നിമിഷം അവരെന്റെ അടുത്ത് ആരും കേൾക്കാതെ നിശബ്ദമായിട്ട് പറഞ്ഞു, അതെ, കുറച്ചു സമയം ഇവിടെ നിൽക്കി, ഞാൻ പോയിട്ട് വരാം എന്നവർ പറഞ്ഞിട്ട് അവിടേക്ക് പോയി. പക്ഷേ 1/2 മണിക്കൂറിന് ശേഷം അവർ തിരിച്ചു വന്നു. മുഖത്താണെങ്കിൽ ഒരു ക്ഷീണം. അവർ പിൻ സീറ്റിൽ നിന്ന് മാറി എന്റെ അരികിലുള്ള മുൻ സീറ്റിലേക്ക് വന്നിരുന്നു. ഇപ്പോൾ മാഡം അടിച്ചിരിക്കുന്ന ആ ഒരു പെർഫ്യൂമിന്റെ മണം എനിക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന് വല്ലാത്തൊരു ഡീപ്പ് സ്മെൽ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് അങ്ങനെ ഇരിക്കുന്ന സമയത്ത്
അവരങ്ങനെ വിളിച്ചു, അജിത്ത്. ഞാനത് കേൾക്കുന്ന സമയം, എന്താ മേഡം, എന്താ പറ്റി? നീ അധികം ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കില്ലല്ലോ. അത് ചോദിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു പറഞ്ഞു, ഇല്ല മേഡം, എന്താ കാര്യം? അവർ ആ നിമിഷം എന്റെ കൈകളിലേക്ക് തന്നെ നോക്കി. അതും ഞാൻ സ്റ്റിയറിംഗ് പിടിച്ചിരിക്കുന്ന കൈകൾ. അവരുടെ കണ്ണ് അവിടേക്ക് തന്നെയായിരുന്നു. പക്ഷേ അവരങ്ങനെ കുറച്ചു സമയം നോക്കിയ ശേഷം ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കിയിരുന്നു. അങ്ങനെ ജനാലയിലേക്ക് നോക്കിയിരുന്നിട്ട് അവർ പറഞ്ഞു, നല്ല കാര്യം, ഇവിടെ ചോദ്യങ്ങളില്ലാത്തവർക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വണ്ടി നേരെ വീട്ടിലേക്കെത്തി. വീട്ടിലെത്തിയ സമയത്ത് തന്നെ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. അവർ നേരെ അകത്തേക്ക് പോയി. കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവരുടെ ശബ്ദം വീണ്ടും ഒന്ന് മുഴങ്ങി, അജിത്ത്, എന്റെ മുറിയൊന്ന് വൃത്തിയാക്കണം. ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്, അലമാരയും എല്ലാം. ഞാൻ ആ സമയം അവരുടെ മുറിയിലേക്ക് കയറി. വലിയൊരു മുറി, പക്ഷേ എല്ലാം ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുന്നു. ഒരു സ്വകാര്യമായ ഒരിടം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവർ ആ സമയം റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. ആ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മുടി കിട്ടുന്നു. പെട്ടെന്ന് എന്നെ കണ്ടതും അവരങ്ങനെ പറഞ്ഞു, നീ അവിടെ അങ്ങനെ അധികം നിൽക്കണ്ട, വേഗം പറഞ്ഞ് പണി ചെയ്യാൻ നോക്ക്. അവരത് പറഞ്ഞത് പിന്നാലെ അവർ നടന്നു വന്ന് എന്റെ പിന്നിലരികിൽ നിന്നു. അവരുടെ ശ്വാസത്തിന്റെ ചൂട് പോലും എനിക്കറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അവർ കുറച്ചു സമയം എന്റെ പിന്നിൽ തന്നെ നിന്നു. ആ സമയം അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് അവർ പറഞ്ഞു, മതി, ഇനി നീ പോയി കിച്ചണിലെ പണി എന്തെങ്കിലും നോക്ക് എന്നവർ പറയുമ്പോ ഞാനൊരു നിരാശ പോലെ കിച്ചണിലേക്ക് നടന്നു. ആ നിമിഷം എന്റെ നിരാശ കുറച്ചുകൂടെ അല്പം കൂടി. ഒരുപക്ഷെ ഇതൊരു ജോലി മാത്രമല്ല, അല്പം എന്തോ ഒരു പരീക്ഷണം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ സമയം ഒരുപാട് കഴിഞ്ഞു. രാത്രിയായപ്പോ വീണ്ടും ഒരു നിശബ്ദത മൂടി. അതൊരിക്കലും സാധാരണ നിശബ്ദതയായിരുന്നില്ല, എന്തോ കാത്തിരിക്കുന്ന പോലൊരു നിശബ്ദത. അങ്ങനെ ആ സമയത്ത് കിച്ചണിൽ ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞ് അവിടേക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ പോയ സമയത്ത് പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം, അജിത്ത്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മാഡം പിന്നിൽ നിൽക്കുന്നു. എന്തോ ഉറക്കമില്ലാത്തൊരനുഭവം പോലെ. അജിത്ത്, നാളെ രാവിലെ ഒരു ഗസ്റ്റ് വരും, പക്ഷേ ആ സമയത്തിന്റെ ഒരു ഫയല് കാണുന്നില്ല റൂമില്. നീ അത് നോക്കാവോ എന്നിങ്ങനെ അവരെന്നോട് ചോദിച്ചു. അതൊരിക്കലും ഒരു ചോദ്യം പോലെ എനിക്ക് തോന്നിയില്ല, ഒരു ആവശ്യം പോലെ എനിക്ക് തോന്നി. ഞാൻ ആ സമയം അവരുടെ പിന്നാലെ നടന്നു. അങ്ങനെ അവരുടെ റൂമിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് സമയത്തിന് ശേഷം ആ വാതിലടഞ്ഞു. അത് മുഴുവൻ അടഞ്ഞില്ല, പകുതി മാത്രം അടഞ്ഞു. മേഡമായിരുന്നു അത് അടച്ചത്. ലൈറ്റ് ഒരൽപ്പം മങ്ങിയാണ്. കണ്ണാടിക്ക് മുന്നിൽ ഒരു ചെറിയ ലൈറ്റ് മാത്രമുണ്ട്. എടാ, ഞാനൊന്ന് നോക്കട്ടെ, ഒരു പക്ഷേ ഫയൽ ചിലപ്പം അലമാരയ്ക്ക് മേളിലായിരിക്കും. നീ ഏതായാലും ഈ ഒരു കസേരയിൽ നിന്ന് പിടിച്ചു, ഞാനൊന്ന് കയറി നോക്കാം എന്ന് പറഞ്ഞവർ ആ അലമാരയിലേക്ക് നോക്കുന്നു. അങ്ങനെ ആ ഒരു നിമിഷം ആ ഒരു മുറിയിൽ പൂച്ചക്കണ്ണിയായ ആ ഒരു മേഡവും ഞാനും ആ ഒരു മുറിയിൽ തന്നെ. മാഡം എന്തൊക്കെയോ ശ്രമിക്കുന്നുണ്ട് ഫയൽ എടുക്കാൻ വേണ്ടിയിട്ട്. മാഡത്തിനെ അത്രയും കെയർഫുൾ ആയിട്ട് നോക്കിക്കൊണ്ട് ഞാനും. അങ്ങനെ ഒരു സമയം കൊണ്ട് തന്നെ മാഡം ആ ഒരു ഫയലിന്റെ ആ ഒരു അറ്റം വരെ എത്തി. പെട്ടെന്ന് അതെടുത്തു. പതുക്കെ മാഡം എന്നെ നോക്കി, എന്റെ കണ്ണിലേക്കിലേക്ക്, മാഡത്തിന്റെ ആ പൂച്ച കണ്ണുകളിലേക്ക് ഞാനും നോക്കി. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അങ്ങനെ നോക്കി നിന്നു. അങ്ങനെ ആ ഒരു സമയത്ത് മാഡം അലമാരയിൽ നിന്ന് ആ ഒരു ഫയൽ എടുത്തു. അപ്പൊ തന്നെ ഞാനും മാഡവും ഉണ്ടായിരുന്നുള്ളൂ. മാഡം എനിക്കൊരു നന്ദി പറഞ്ഞു. അതിനുശേഷം മാഡത്തിനോട് യാത്ര പറഞ്ഞ് ഒരു ഗുഡ് നൈറ്റ് പാസ്സാക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങി എന്റെ മുറിയിലേക്കും. അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് എന്റെ വാതിലരികിൽ ആരോ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അത് മാഡമായിരുന്നു. അജിത്ത്, വാതിലിൽ തൊട്ടരികിലായിട്ട് മാഡത്തിന്റെ ശബ്ദം. ഞാൻ അവിടേക്ക് ചെന്നു. പെട്ടെന്ന് മാഡം പുറത്തുനിന്ന് ചോദിച്ചു, നീ ലൈറ്റ് ഓഫ് ചെയ്തോ? ഞാൻ ഒരു മൗനത്തോടെ പറഞ്ഞു, അതെ മാഡം, ലൈറ്റ് ഓഫ് ചെയ്തു.
ആ നിമിഷം തന്നെ അവരെന്റെ മുറിയിലേക്ക് കയറി, അതും എന്റെ സ്വകാര്യ ഇടത്തിലേക്ക്. അവർ ചുറ്റും നോക്കി, മേശ, ബാഗ്, കട്ടിൽ എല്ലാം ഒന്ന് ഓടിച്ചു നോക്കി. അവർ ആ നിമിഷം എന്റെ കട്ടിലിന്റെ അരികിൽ നിന്ന്. ഞാൻ ആ നിമിഷം അവർക്കൊപ്പം നിന്നു. പെട്ടെന്നവർ ഒരു സന്തോഷത്തോടെയും സ്നേഹത്തോടെയും എന്നോട് ചോദിച്ചു, നിനക്ക് ഇവിടുന്ന് പോകണമെന്നുണ്ടോ? അത് കേട്ട സമയത്ത് ഞാൻ ഒന്ന് പുഞ്ചിരിച്ചു. ഇല്ല മാഡം, ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ പറയുന്ന സമയത്ത് അവരെന്റെ മുഖത്തേക്ക് നോക്കി. ആ പൂച്ചക്കണ്ണിയുടെ കണ്ണുകൾ എന്റെ കണ്ണുകളിൽ അങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. അതും കുറെ സമയത്തിന് ശേഷം. അജിത്ത്, പലരും ഇവിടെ ജോലിക്കായിട്ട് വരും, പക്ഷേ ആരും ഇവിടെ അധികം പിടിച്ചു നിൽക്കാറില്ല. അതെനിക്കും മനസ്സിലായിട്ടുമില്ല. അവർ ഒരല്പം കൂടി ചേർന്നിരുന്നു. ഇപ്പോൾ അവരുടെ ശ്വാസം പോലും എന്റെ മുഖത്ത് തട്ടുന്ന പോലെ എനിക്ക് തോന്നി. അവർ പെട്ടെന്ന് കൈയൽപ്പം ഉയർത്തി, അതും എന്റെ തോളിനരികിലേക്ക്. എനിക്കല്പം എന്തോ ഒന്ന് പതറിയ പോലെ തോന്നി. പക്ഷേ അവരെന്റെ തോളിൽ സ്പർശിച്ചില്ല. പകരം പിന്നിലെ ആ ലൈറ്റ് ഓഫ് ചെയ്തു. ആ നിമിഷം റൂം മുഴുവൻ ഇരുട്ടായിരുന്നു. പെട്ടെന്നവർ എന്നോട് ചോദിച്ചു, അജിത്ത്, നിനക്ക് ഇരുട്ട് പേടിയുണ്ടോ? ഇല്ല മാഡം, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല, ഞാൻ മറുപടി പറഞ്ഞു. ആ നിമിഷം അവരൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, നല്ലത്. ഇരുട്ടിൽ മനുഷ്യൻ അവരുടെ തനി സ്വഭാവം കാണിക്കും, ഇല്ലേ അജിത്ത് എന്നവരെന്നോട് ചോദിച്ചു. അവർ പെട്ടെന്ന് എഴുന്നേറ്റ് ആ വാതിലിനരികിലേക്ക് നടന്നു. ആ നിമിഷം എന്നോട് വിളിച്ചു പറഞ്ഞു, നാളെ മുതൽ നീ എന്റെ ഡ്രൈവർ മാത്രമല്ല അജിത്ത്, പിന്നെ നീ എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. ആ നിമിഷം ഞാനൊന്നും മറുപടി പറഞ്ഞില്ല, ഒന്നും തിരിച്ചൊന്നും പ്രതികരിച്ചിട്ടുമില്ല. ആ വാചകം അവിടെ നിന്നു. അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി. പിറ്റേന്ന് രാവിലെ മാഡത്തിനെ ഞാൻ കണ്ടതുമില്ല. ആ ഒരു സാന്നിധ്യം മാത്രം എനിക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. കുറച്ച് സമയത്തിന് ശേഷം അവരെന്നെ വിളിച്ചു, അജിത്ത് വരൂ, കാർ എടുക്കൂ. അവരുടെ ശബ്ദത്തിൽ ഒരിക്കലും ആജ്ഞയില്ല, ഒരു അഭ്യർത്ഥനയുമില്ല. പക്ഷേ എന്തോ തീരുമാനിച്ചുറപ്പിച്ച ആ ഒരു ശബ്ദം. പക്ഷേ കാറിൽ കയറിയ സമയത്ത് അവരൊരിക്കലും എല്ലാ ദിവസത്തെയും പോലെ പിന്നിലായിരുന്നില്ല, എന്റെ ഒപ്പം മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ അവരോട് ചോദിച്ചു, മാഡം എവിടേക്കാ പോകണ്ടേ, ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് അവരെൻ്റെ അടുത്ത് മറുപടി പറഞ്ഞു, നിനക്കറിയാം, നീ അങ്ങോട്ട് പോ, ഞാൻ പറഞ്ഞോളാം എന്നവർ എന്നോട് തിരിച്ചു പറഞ്ഞു. അതൊരു തമാശയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വീണ്ടും വണ്ടി മൂവ് ചെയ്തു. പതുക്കെ വീടുകളൊന്നുമില്ലാത്ത ചെറിയൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു വണ്ടി. ചെറിയ ചെറിയ ഇരുട്ട് പോലുള്ള സ്ഥലങ്ങൾ വന്നു തുടങ്ങി. മറ്റൊന്നുമില്ലാത്ത ഒരു ഏകാന്തമായ സ്ഥലങ്ങൾ. അപ്പോൾ തന്നെ കാറിനുള്ളിൽ റേഡിയോ മറ്റൊന്നും ഒരു കാര്യമില്ലായിരുന്നു. ഞാൻ ചുറ്റും നോക്കി, മറ്റൊന്നും കാണുന്നില്ല. ഒരു ഇടവഴി മാത്രം അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അത് ഞാൻ തീരെ കാണുന്നുണ്ട്. ഞാൻ ആ നിമിഷം കാർ ഓഫ് ചെയ്തു. ആ നിമിഷം അവരെ ഇറങ്ങിയില്ല. അവർ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു. പെട്ടെന്ന് അവർ എന്നോട് ചോദിച്ചു, നീ എന്നെ വിശ്വസിക്കുമോ? ഞാൻ ആദ്യം ഒന്ന് പരതി. അവർ പെട്ടെന്ന് സീറ്റ് പറ്റി തുറന്നു പുറത്തേക്കിറങ്ങി. എന്റെ കണ്ണുകൾ അവരിൽ തന്നെയായിരുന്നു. പക്ഷേ അവർ എന്റെ അടുത്തേക്ക് വന്നില്ല. പകരം കയ്യിലുണ്ടായിരുന്ന ഒരു ഡാഷ്ബോർഡിന് താഴെ ഒരു കവർ എടുത്തു വെച്ചു. ആ നിമിഷം ആ ഒരു കവർ എന്റെ കയ്യിലേക്ക് തന്നു. ഇതൊരിക്കലും നീ തുറക്കരുത്, ഇതിൽ എന്താണെന്ന് അറിയാനെങ്കിൽ ശ്രമിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരെന്റെ കയ്യിലേക്ക് ആ കവർ എടുത്ത് വെച്ചു. ശേഷം ആ ഒരു കവറിനുള്ളിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾ തിരിച്ച് ആ വീട്ടിലേക്ക് വന്നു. ആ കവറ് അവർ കൊണ്ടുവെക്കാൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവച്ചു. ശേഷം ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് അവരെന്നെ നോക്കി. ഞാനൊന്നും അവരോട് ചോദിച്ചില്ല, അവരെന്നോടും പറഞ്ഞതുമില്ല. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഒരിക്കലും ഒന്നും ചോദിക്കാൻ പാടില്ല എന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ
ആ ഒരു നിമിഷം കടന്നുപോയി. അവർ പറഞ്ഞ ആ ഒരു കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഞാനൊരു നല്ല തൊഴിലാളിയായി, നല്ലൊരു ജോലിക്കാരനായി ആ വീട്ടിൽ തന്നെ തുടർന്നുകൊണ്ടേയിരുന്നു. അവർക്ക് എന്നോട് വളരെയധികം ഇഷ്ടവുമായിരുന്നു. അങ്ങനെ ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഒരു കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ മനസ്സിനും സന്തോഷത്തിനും വേണ്ടി നമുക്ക് കഥ വീണ്ടും തുടരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.